അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സിയമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ചെടികളെ വീഡിയോ ഒന്നും ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെടികളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന നിങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക കമൻ്റ് ഇടുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റുകൾ കുറേ ആൾക്കാർ ചോദിച്ച് മെസ്സേജായിട്ടും കമൻ്റായിട്ടൊക്കെ കണ്ട് പിന്നെ എന്താ ലോങ് വീഡിയോ ഇടാത്തത് എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ലോങ് വീഡിയോ ഒരു 100 ആൾ കണ്ടെങ്കിലായി. കമൻറ്റുകളാണെങ്കിലും അങ്ങനെ തന്നെ. ഈ 100 ആൾ കണ്ടാൽ 100 ആൾ കമൻ്റ് ഇടൊന്നും ചെയ്യൂലല്ലോ. അപ്പം നമ്മുടെ ചാനൽ നമുക്ക് കയറി കിട്ടണമെങ്കിൽ നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് എടുത്ത് നിങ്ങളെ മുന്നിൽ ആ സമയം നോക്കിയൊക്കെ ഇട്ട് ഇതാക്കണമെങ്കിൽ നമുക്ക് പിന്നെ കമൻറ്റുകൾ വേണം, പിന്നെ വ്യൂസ് വേണം. ഇതാണ് കേട്ടോ നമ്മളെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെടികളൊന്നും എടുത്ത് വെക്കാനും ആക്കാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒക്കെ എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ ആയി കിടക്കുകയാണ്. നമ്മൾ എന്താ പറയുക നമ്മളെ ഹെയർ ഓയിലിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ടായതുകൊണ്ട് നമുക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. മക്കളെ ഒക്കെ കാട് കയറി കിടക്കുകയാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഈ ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നും നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. കുറേ കണ്ടോ അതിൽ കുറേ കൊലകളായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ 10 മണീൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. പൂക്കൾ എന്താ പറയുക അയക്കണമെങ്കിൽ ഏതാ നമുക്ക് മനസ്സിലാണെങ്കിൽ പൂക്കൾ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതൊരവസ്ഥയിലാണ്. 10 മണിയൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഒക്കെ പുറത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഷെഡിലേക്ക് കടന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഈ ഒരു ഭാഗത്താണ് വെച്ചത്. ഇനിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയും നല്ലോണം വെക്കുകയും ഒക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ കുറേ പോയിക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് മഴ നല്ലോണം തട്ടുന്നതിനെ കൊണ്ട് പൂക്കളൊക്കെ അങ്ങനെ എന്താ പറയുക മഴയത്തതായി പോയി കിട്ടും. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, കുറേ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേയൊക്കെ എന്താ പറയുക ഇതും നമ്മൾ നേരത്തെ കണ്ട ഇതും രണ്ടാണ് കേട്ടോ വരുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ സെയിം ആണെന്ന്. ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക ഇതിലൊക്കെ. പിന്നെ അതുകൊണ്ട് ഇതിൽ കണ്ടില്ലേ ഇതൊക്കെ കണ്ടോ, ഇത് ഇങ്ങനെയൊക്കെ വന്നാൽ തന്നെ ചെടികൾ നശിച്ചു പോവാണ് കേട്ടോ ചെയ്യാ. കണ്ടോ കണ്ടോ ഇതൊക്കെ വന്നാൽ തന്നെ ചെടികൾ നശിച്ചു പോവാണ് ചെയ്യുക. പിന്നെ ഇതും അതുകൊണ്ട് നിറയെ കൊലകൾ ഉണ്ടാവുന്നൊരു ചെടി തന്നെയാണ്. നല്ല ഭംഗിയാട്ടോ അതിൻ്റെ പൂക്കൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടോ എത്ര കൊലയാ നോക്കിയേ, ഈ ഒരു ചട്ടിയിൽ എത്ര കൊല പൂക്കളാണ് നോക്കിയേ. ഇതിങ്ങനെ പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് കുറേ ചട്ടിയിലാക്കി വെച്ച് കിട്ടോ. അപ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാകുമല്ലോ. അപ്പോൾ കുറേ എണ്ണം ചീഞ്ഞു പോയി, കുറേ എണ്ണം പിന്നെ ഉണ്ട്. പിന്നെ ഇതും അതുപോലെ നിറഞ്ഞ പൂക്കൾ. ഇതും ഇനി ഒരുപാട് ചട്ടിയിലേക്ക് മാറ്റണം. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല, നശിച്ച് പോയിട്ടില്ലെങ്കിൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടില്ലേ ഇതും ഇതുകൊണ്ട് നിറയെ പൂക്കളുണ്ടാവും. പക്ഷെ ഇത് തണ്ട് ഒരുപാട് നീണ്ടങ്ങ് പോണതാണ്. ഒരു ഫംഗസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആ ചെടി പോവുക. ഇതും ഏകദേശം എന്താ പറയുക രണ്ട് കളറിൽ ഒരേ മോഡലിൽ വരുന്ന ചെടികളാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതുകൊണ്ട് തന്നെ കൊലകളായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഇതും. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ വെള്ളമാണ് കേട്ടോ. വെള്ളവും ചെളിയാണ്. വെള്ളം ഇതിലേക്ക് വരാണ്ടിരിക്കാനുള്ള വഴികളൊക്കെ ചിന്തിക്കണം. പക്ഷെ അതിനൊന്നും സമയമില്ല മക്കളെ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു മൊഞ്ച് നോക്കി ഞങ്ങൾ. ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ. ഇത് കുറഞ്ഞ വ്യത്യാസങ്ങളായി വരും. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഒരേ കളറാണ് നമുക്ക് തോന്നുമെങ്കിലും കുറഞ്ഞ വ്യത്യാസങ്ങളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ളതിൽ പൂക്കള കുറവാണ്. പക്ഷെ എന്നാലും വെറൈറ്റി നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന തന്നെയാണ് ഉള്ളത്. പിന്നെ അതൊക്കെ അവിടെ നമ്മൾ കാണിച്ച ചെടി തന്നെ. ഇത് കണ്ട ഇങ്ങനെ വന്നാൽ പിന്നെ എന്താ മക്കളെ ചെയ്യുക, ഒരു രക്ഷയില്ല. അപ്പോൾ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ വീഡിയോസ് കാണലും നമ്മളെ സപ്പോർട്ട് ചെയ്യലും. പിന്നെ നമ്മളെ ഓർക്കിഡുകൾ
ഈ ഒരു ഭാഗത്ത് കുറേ പോണുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി. ഇതിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ നോക്കിയേ, കണ്ടോ? പിന്നെ ഇതാണ്ടോ, ഇതൊക്കെ തിരിഞ്ഞൊക്കെ ആയിട്ടുള്ളൊരവസ്ഥ ആണിത്. ഇതൊക്കെ പിടിച്ച് കിട്ടുമായിരിക്കും, പഠിച്ചോനറിയാം. എന്തായാലും വേണ്ടില്ല. ഇതിൻ്റെ ഒന്നും പ്രയാസങ്ങൾ ചെടികളെ സ്നേഹിക്കാത്തവരോട് നമ്മളെ വീഡിയോ കാണി ഇതാക്കുകയും ചെയ്തിട്ട് ഓൽക്ക് പറഞ്ഞാൽ ഓൽക്ക് മനസ്സിലാവില്ലല്ലോ. ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം പറഞ്ഞാലേ മനസ്സിലാവും. ഇപ്പോൾ കുറേ നമ്മളെ ചെടികളൊക്കെ വെയിലത്തായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോ കാണുന്നവർക്കറിയാം, സൈഡിൽ വെച്ചതിനല്ലോ. അപ്പം വെയിൽ കൊണ്ട് ഞാൻ കുറേ ഉണങ്ങിപ്പോയി. അതിൽ നിന്ന് ബാക്കി കിട്ടിയത് നമുക്ക് ഷെഡ് റെഡി ആയില്ല അതിനല്ലോ. അപ്പം അതിൽ നിന്ന് ബാക്കി കിട്ടിയ ചെടികളെല്ലാം കൂടിയും ഒപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചെടികൾ സെയിൽ വീഡിയോ ആയിട്ട് വരും കേട്ടോ. നമ്മൾ കുറച്ച് ഇപ്പം ചെടികളൊരു സീസൺ അല്ലല്ലോ. ഇപ്പോൾ എന്താണേലും ചെടികളെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ചെടീൻ്റെ വീഡിയോ നല്ല ചെയ്യാൻ നമ്മളൊരു ഫുഡിൻ്റെ വീഡിയോകൾ ചെയ്ത് ഈ മഴക്കാലം നമുക്ക് അങ്ങോട്ട് തള്ളി നീക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെ സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവണം. പിന്നെ ഒരു ഓർക്കിഡിൻ്റെ തൈ ഹെൽത്തി ആയ തൈയാണോ എന്നറിയാം. ഈ വേരുകൾ നോക്കിയിട്ടാണ് കേട്ടോ, നല്ല പച്ച വേരുകൾ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ വേരുകൾ നോക്കിയിട്ടാണ് ചെടികൾ വാങ്ങേണ്ടത് കേട്ടോ. അല്ലാണ്ട് ചെടി നല്ല ഹെൽത്തി ആയ ചെടി വാങ്ങിയിട്ട് കാര്യമല്ല. പിന്നെ നമ്മൾ അടീനിയം എല്ലാം ഞാൻ ഒരൊറ്റ വീഡിയോ കൂടെ ഞാൻ കാണിക്കുകയാണ്. നമ്മൾ അടീനിയങ്ങളുടെ അവസ്ഥ കുറേയൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ട് ഓരോ വർഷം കുറേ വെറൈറ്റികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. പിന്നെ അതുപോലെ നിങ്ങളെ ചെടികളൊക്കെ മഴയത്താണെങ്കിൽ നിങ്ങളെടുത്ത് മാറ്റി വെക്കുക. ഈ ഒരു ചെടി നല്ല ഭംഗിയുള്ള ചെടി, അതിനൊന്നും സേഫായിട്ടൊരു സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ഇത് കണ്ടോ നിങ്ങൾ, ഇതെല്ലാം ഇത് നമ്മളെ ഇതിൽ ഒരു താരം, മെയിൻ താരം, നമ്മളെ ചെടികളെ കൂട്ടത്തിലൊരു മെയിൻ താരമാണ് കേട്ടോ. വെയിലത്താകുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് അറിയാം, നമ്മളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നോക്കി അറിയാം. അപ്പോൾ ഇതാണ് ഒരു രക്ഷയില്ലാത്ത. ഇതൊരു 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, വേറെ ഒന്നും വേണ്ട. ഒരു ഗാർഡനിൽ അത്രക്ക് ഭംഗിയുള്ളൊരു മനോഹരമായൊരു ചെടി തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരുടെയും വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് വെച്ചോളിട്ടോ. ഇനി നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, സെയിൽ ചെയ്യും. നമുക്ക് കുറേ ചെയ്യാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുക്കാൻ ഇല്ല. ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വേറെയും ചട്ടിയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇത് എനിക്ക് തന്നെ കുറേ എണ്ണത്തിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഈ 3 പ്ലാന്റുകൾ. കാരണം ഇതുപോലെ കൊലകളായിട്ട് ഇങ്ങനെ പൂക്കൾ എന്നും കുറേ ദിവസം പൂക്കൾ വാടിപ്പോവെങ്കിലും ആദ്യം ഉണ്ടാകുന്ന കൊഴിഞ്ഞു പോവെങ്കിലും അടുത്തത് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറേ എണ്ണത്തിലാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കൊണ്ട് പിന്നെ അത് തൈകൾ കൊടുക്കാൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വെയിലത്താണെങ്കിൽ ഈ മഞ്ഞ കളർ ഇത്ര ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ വെയിലില്ലായിട്ട് ഷെഡിൻ്റെ ചോട്ടിലായതുകൊണ്ട് ഇത്ര ഉണ്ട്. ഈ ഗ്രൗണ്ട് ഓർക്കിഡുകൾ നമ്മൾ ഷെഡിൻ്റെ ചോട്ടിൽ വെക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഞാനിത് വെച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് സൗകര്യം ഉള്ളതുകൊണ്ട് വെച്ചതാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഷെയ്ഡിൽ ഒക്കെ വെച്ചാൽ മതിയാവും. പിന്നെ ഇതും അതുപോലെ നിറഞ്ഞ് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. പക്ഷെ എല്ലാം ഏകദേശം ഒരേ കളറിൽ വരുന്നതെന്നുള്ളൊരു ഇതാണ് വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ പറയണ്ട മക്കളെ. ഇത് 500 തൈക്ക് വരെ ഓർഡർ വന്ന ദിവസം ഉണ്ടെങ്കിൽ 500 തൈക്ക്, പക്ഷെ കൊടുക്കാനില്ലായിരുന്നു. അത്രയും ഡിമാൻഡുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബൾബിന് വരുന്നത് 100 രൂപ ബൾബിന് വരുന്നത്. അത് നമ്മളെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ അതുപോലെ വേറെയും കുറേ ചെടികളുണ്ടായിരുന്നു, ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതൊരു വല്ലാത്ത വിഷമം എനിക്കുണ്ട്. അതിൻ്റെ ഒന്നും തൈകളില്ല. നമ്മൾ എന്താ 100-800 ഉറുപ്പ്യക്കൊക്കെ ഓരോ തൈ വാങ്ങിയിട്ട് അത് പിടിപ്പിച്ചുണ്ടാക്കി ഞാൻ പിന്നെ നഷ്ടപ്പെട്ടു പോകുക എന്ന് വെച്ചാൽ അത് നല്ല വിഷമമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ മതി, അത് മാത്രം വളർത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഓരോ മുറ്റത്ത് ഇങ്ങനെ അതുപോലെ ഫുള്ള് പൂ വസന്തം തന്നെ പറയാം. അങ്ങനെ ഒരു വസന്തകാലം തന്നെ ആയിരിക്കും കേട്ടോ, ഇത്രയും പൂക്കൾ ഓരോ ചെടിയിലുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളായിട്ട് വരുന്നത്. പിന്നെ എല്ലാം